ഇതിനിടയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ നിർമ്മലാൻറ്റിയെ വിളിച്ചുള്ളൂ. നിർമ്മലാൻറ്റിയുടെ ബ്ലഡ് ടെസ്റ്റിന്റെ ലാബ് റിപ്പോർട്ട് വരാൻ സമയമായിട്ടുണ്ടാവും. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, പ്രിൻസിപ്പാള് വിളിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചതാ. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഓണം കഴിഞ്ഞതോടെ പ്രണവ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ഇനി അവന്റെ കല്യാണക്കാര്യം നമുക്ക് സജീവമായിട്ടൊന്ന് ആലോചിക്കാം. അതൊരു ഭാഗത്ത് നടന്നോളൂ. ഒരു വക്കീലിനെ ഞാൻ ഇതിനിടെ വിളിച്ചിരുന്നു. അവരുടെ ഡിവോഴ്സ് കേസും ഇതിനിടെ മൂവ് ചെയ്യണമല്ലോ. ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഗൗതം? അതെന്താ നടക്കാത്തത്? ശിവാനി ഒപ്പിട്ട് തന്നിട്ടല്ലേ പോയത്? കുടുംബ കോടതിയാ. ഏത് പേപ്പറിൽ ഒപ്പിട്ട് തന്നാലും ജഡ്ജിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് എനിക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ അതോടെ നമ്മൾ ഒപ്പിട്ട് വാങ്ങിയ പേപ്പറിനൊക്കെ വെറും കടലാസിന്റെ വിലയെ കാണും. ശിവാനി അങ്ങനെയൊക്കെ ചെയ്യൂ? അത്രയ്ക്കൊരു കമ്മിറ്റ്മെന്റ് പ്രണവിനോട് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കമ്മിറ്റ്മെന്റിന്റെ കാര്യമൊന്നും അല്ല. ശിവാനി ഈശ്വരമംഗലത്തെ മരുമകളായി വന്നത് അവനെ കണ്ടിട്ടുമല്ല. അവളുടെ ലക്ഷ്യം 1 ഇവിടുത്തെ സമ്പത്ത്, 2 എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതും. അങ്ങനെയുള്ള അവള് അത്ര പെട്ടെന്ന് ഒഴിഞ്ഞു തരുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? ശിവാനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവളെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാവുന്ന വെക്കാം. എനിക്ക് പേടി പ്രണവിന്റെ കാര്യത്തിലാ. പെട്ടെന്ന് അവൻ അടുത്തൊരു വിവാഹത്തിന് സമ്മതിക്കൂ? ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അവൻ ഒരുപക്ഷെ സമ്മതിച്ചേക്കില്ല, പക്ഷേ അവനെ സമ്മതിപ്പിക്കുന്ന പരുവത്തിലേക്ക് ഞാൻ എത്തിച്ചോളാം. ഉപദേശിക്കാനാണോ? ഉപദേശിച്ചാലും നിർബന്ധിച്ചാലും ഒന്നും പ്രണവ് വഴങ്ങില്ല. ആ പ്രതീക്ഷ എനിക്കില്ല. അവനെ ഉപദേശിക്കാനും പോണില്ല, നിർബന്ധിക്കാനും പോണില്ല. അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും. നമ്മൾ ഒരു ചെറിയ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഗൗതം എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഉണ്ട്. എങ്ങനെയായാലും പ്രണവ് കല്യാണത്തിന് സമ്മതിച്ചാ പോരെ? എങ്കിൽ പിന്നെ നാളെ തന്നെ നമുക്ക് ഗൗതം പറഞ്ഞ വക്കീലിനെ ഒന്ന് പോയി കാണാം. എന്നിട്ട് ഡിവോഴ്സിന്റെ കാര്യം മൂവ് ചെയ്യാം. പ്രണവിനെയും കൂട്ടി ചെല്ലാനാ വക്കീല് പറയുന്നത്. നീയും വാ, നമുക്ക് ഒരുമിച്ച് നാളെ പോയി വക്കീലിനെ കാണാം.